കാര്യമാണ് നമ്മുടെ സമയം. ഇത് നമ്മൾ കാണാൻ ഹജ്ജ് മാറൂല. ഹജ്ജ് 9-ൻ്റെ അന്നാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് സംഗതികളുണ്ടെങ്കിലും അല്ല ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റൂല. അതിൻ്റെ സമയം അങ്ങനെ തന്നെയാണ്. ളുഹർ മുതൽ മഗ്‌രിബ് വരെയാണ് അൽഹംദുലില്ലാഹ് അറഫയിലെ സമയം. അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റൂല. ഒരു മനുഷ്യന് ഹജ്ജിന് വേണ്ടി ആഗ്രഹം വെച്ചു, പക്ഷേ ദുൽഹജ്ജ് 9-ന് അയാൾക്ക് അറഫയിൽ എത്താൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ വർഷത്തെ ഹജ്ജിൻ്റെ ഒരു പ്രതിഫലം കിട്ടൂല. അൽ ഹജ്ജു അറഫ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അൽഹംദുലില്ലാഹ് തുടക്കം മുതൽ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ ഇൻഷാ അല്ലാഹ് സമയത്തിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാ അമലുകളും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നൽകിയ അനുഗ്രഹമാണ് ഇതിൻ്റെ സമയത്തിൻ്റെ ഇത്. അള്ളാഹു ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. എല്ലാവർക്കും ഒരുപോലെ നൽകിയ അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം. എല്ലാവർക്കും 60 മിനിറ്റാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. എല്ലാവർക്കും 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഇതിൽ ഏറ്റക്കുറച്ചിലുകളില്ല. എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ്. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റക്കുറച്ചിലുകളായിട്ടാണ് നൽകിയിട്ടുള്ളത്. അല്ല ആരോഗ്യം ഇതെല്ലാത്തിലും ആളുകൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെ ആയിട്ടുണ്ടാവില്ല. പക്ഷെ സമയത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരുപോലെ നൽകിയത്. രാജാവിന് ഒരു ദിവസം 24 മണിക്കൂറാണ്. പ്രജകൾക്കും ഒരു ദിവസം 24 മണിക്കൂറാണ്. വലിയ സമ്പന്നന് ഒരു ദിവസം 24 മണിക്കൂറാണ്. ദാരിദ്ര്യന് ഒരു ദിവസം 24 മണിക്കൂറാണ്. ആരോഗ്യമുള്ള ആളുകൾക്കും ഒരു ദിവസം 24 മണിക്കൂറാണ്. രോഗിക്കും ഒരു ദിവസം 24 മണിക്കൂറാണ്. പക്ഷേ നമുക്ക് അൽഹംദുലില്ലാഹ് ആ സമയത്തെ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു അയാളാണ് ആ വിഷയത്തിൽ വിജയിച്ച ആളുകൾ. അതുകൊണ്ട് നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ സമയമാണ് നാളെ വിചാരണ ചെയ്യപ്പെടുക എന്നുള്ളത്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നാളെ വിചാരണ ചെയ്യാതെ നിങ്ങളുടെ ചുവട് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ 2 കാര്യങ്ങൾ എന്താ പറഞ്ഞത്? ഒന്ന്, നിങ്ങളുടെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു. 2, നിങ്ങളുടെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു. 3, നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. 4, അറിവ് അനുസരിച്ച് നിങ്ങൾ എന്ത് അമൽ ചെയ്തു. ഈ 4 കാര്യങ്ങൾ ചോദിക്കാതെ ഒരടിമയുടെ കാല് പോലും നാളെ ആഖിറത്തിൽ മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള. ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയങ്ങളാണല്ലേ. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സമയത്തിൻ്റെ പേരാണ് ആയുസ്. യൗവനം, യുവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അൽഹംദുലില്ലാഹ് ഒരു മനുഷ്യൻ്റെ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൻ്റെ പേരാണ്. അതും സമയത്തിൻ്റെ പേരാണ്. ആ സമയം കഴിഞ്ഞാൽ അവൻ്റെ യൗവനം അവസാനിച്ചു. അപ്പോൾ നമ്മളുടെ സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു ഇതനുസരിച്ചായിരിക്കും നാളെ ആഖിറത്തിൽ തീരുമാനം വരിക. ഒരു ദിവസം എങ്ങനെ ചെലവഴിച്ചു. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും ഓരോ പ്രഭാതവും ഒരു മലക്ക് അൽഹംദുലില്ലാഹ് ഇങ്ങനെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ പടിഞ്ഞാറ് കിഴക്കേ ചക്രവാളത്തിലൊരു മലക്ക് വിളിച്ചു പറയും, ആന യൗമുൻ ജദീദുൻ, ഞാൻ ഒരു പുതിയൊരു ദിവസമാണ്. ഇന്നലത്തെ ദിവസമല്ല ഇന്നിപ്പോൾ 2024 മെയ് മാസം 15-ാം തീയതി. ഇനി ഈ ദിവസം ഖിയാമത്ത് നാൾ വരെ വരൂല. ഈ ദിവസം ഇന്നേക്ക് തീർന്നു. അതുകൊണ്ടാണ് ആ മലക്ക് വിളിച്ച് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കിലേക്ക് കടന്നു വരുന്ന പുതിയൊരു ദിവസമാണ്. എന്നെ ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം, നഷ്ടപ്പെടുത്തേണ്ട ആളുകൾക്ക് നഷ്ടപ്പെടുത്താം. ഇനി ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടൂല, ഞാൻ ആഖിറത്തിൽ വെച്ച് കണ്ടുമുട്ടും. എന്നെ ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അനുകൂലമായി ഞാൻ സാക്ഷി പറയും, എന്നെ നശിപ്പിച്ച ആളുകൾക്ക് പ്രതികൂലമായിട്ട് ഞാൻ സാക്ഷി പറയും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ താല്പര്യം. അപ്പോൾ ഓരോ ദിവസവും അൽഹംദുലില്ലാഹ് നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സമയവും ഇതെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. നിങ്ങൾ അനുകൂലമായിട്ടൊന്നെങ്കിൽ നമുക്ക് പറയും, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ, ഈ മിനിറ്റുകൾ ഒന്നെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയും, അതല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് സാക്ഷി പറയും. അള്ളാഹു നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇത് ചെറിയ നിശ്ചിതമായൊരു സമയമാണ്. അല്ലേ? നമ്മളിപ്പോൾ പറയുന്നത് അൽഹംദുലില്ലാഹ് നമ്മുടെ അവസ്ഥയിൽ കണക്ക് എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ മെയ് മാസം 22-ാം തീയതി പോകും, ജൂൺ മാസം 26-ാം തീയതി തിരിച്ചു വരുന്ന രൂപത്തിലുള്ള ഒരു ഷെഡ്യൂളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം നമുക്ക് ഒരു ദിവസവും കൂടുതലായിട്ട് നമുക്ക് ഹറമുകളിൽ താമസിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നേടിയെടുക്കേണ്ട മുഴുവൻ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പക്കൽ നേടിയെടുക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഹജ്ജിന് ചെയ്യുന്നത്? നമ്മളെന്താ പറയുക? നമ്മളെ സ്വയം ചോദിച്ചു നോക്കുക, ഇൻഷാ അല്ലാഹ് ഞാൻ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? എന്താ നമ്മൾ ഓരോരുത്തർ പറയുക? നമ്മളെന്നെ ആലോചിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെന്നെ ചോദിച്ചു നോക്കണം, നമ്മളോട് ചോദിച്ചു നോക്കണം, ഞാൻ എന്തിനാണ് ഞാൻ ഹജ്ജ് ചെയ്യുന്നത്? നമ്മളെന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം, ഞാൻ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? എല്ലാവരും പോയി ഞാൻ മാത്രം ബാക്കിയായി ഞാനും പോകുന്നത്, അങ്ങനെയാണോ?
അല്ല, മക്ക പൈസ അയച്ചു അതുകൊണ്ട് ഞാൻ പോകുന്നത്. അല്ല, ചില ആളുകൾ ഉത്തരം പറയുന്നതാണ്, ഞാൻ മക്ക പൈസ അയച്ച് ഞാൻ പോകുന്നത്. പക്ഷെ നമ്മളോട് സ്വയം ചോദിക്കണം, ഞാൻ എന്തിനു വേണ്ടിയാണ് ഹജ്ജിന് പോകുന്നത്? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം, ഒരേ ഒരു ഉത്തരേ കിട്ടാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ കൽപ്പന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ. അള്ളാഹു കൽപ്പിച്ചു, വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ സത്യവിശ്വാസികളോടുള്ള കൽപ്പനയാണ്, വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണം. ഇത് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണം. അള്ളാഹിൻ്റെ കൽപ്പനയാണ്, അതുകൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുന്നു. നമുക്ക് ആദ്യം തന്നെ പറയാൻ സാധിക്കേണ്ടത് ഇതാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഞാൻ ഹജ്ജ് നിർവഹിക്കുന്നു. പിന്നെന്താണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. തങ്ങൾ ഹജ്ജ് ചെയ്തു, അൽഹംദുലില്ലാഹ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരൊറ്റൊരായത്ത്, ഈ ആയത്തനുസരിച്ചിട്ട് അമൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരൊറ്റൊരായത്തനുസരിച്ചിട്ട് അമൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവനും വിജയിക്കുന്നതാണ് ഉലമാക്കൾ പറയുന്നത്. എന്താണ് ആയത്ത്? ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ആതാകുമുർ റസൂലു ഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. ഈ ഒറ്റ ആയത്ത് മതി. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഒരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റൊരായത്തനുസരിച്ചിട്ട് അമൽ ചെയ്താൽ മതി. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വമാ ആതാകുമുർ റസൂലു ഫഖുദു. നിങ്ങളുടെ റസൂൽ നിങ്ങളിലേക്ക് എന്താണോ കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് എന്തെന്ന് വിരോധിച്ചോ അത് നിങ്ങളൊന്ന് മാറി നിൽക്കുക. വേറൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല. അൽഹംദുലില്ലാഹ് ഒറ്റൊരു ആയത്തനുസരിച്ചിട്ട് അമൽ ചെയ്താൽ മതി. റസൂലുള്ളാഹി കൊണ്ടുവന്ന് ഞാൻ മുറുകെ പിടിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു, ഞാൻ മാറി നിന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഉലമാക്കൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ് ഈ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ ഒരാൾ മരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുവെങ്കിൽ, അല്ലേ, വലിയ നമ്മൾ പറഞ്ഞറിയാലോ, മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല, അല്ലെ മുഹീദ്ദീൻ ചിശ്തി റഹിമഹുല്ലാഹു തആല, അല്ലെ മുഹമ്മദ് അഹമ്മദുൽ കബീർ റിഫായി റഹിമഹുല്ലാഹു തആല, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ വലിയകളായി, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത സാമീപ്യം സിദ്ധിച്ച ആളുകളായി ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ നാമം ഇന്നും അൽഹംദുലില്ലാഹ് നമ്മളുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. അവരെക്കുറിച്ച് അള്ളാഹു തീരുമാനിച്ചു, അൽഹംദുലില്ലാഹ് അള്ളാഹു ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പേരിൽ അവരുടെ നാമം അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുകയാണ്. വലിയ ത്യാഗത്തിന് പിന്നിലാണ് അവരൊക്കെ അൽഹംദുലില്ലാഹ് ഈ ഒരു പദവിയിലേക്ക് എത്തിയത്. അള്ളാഹുവിൻ്റെ വലിയ എന്നുള്ള ഈ പദവിയിലേക്ക് അൽഹംദുലില്ലാഹ് ഈ മഹാന്മാരായ ആളുകൾ എത്തിയത് വലിയ വലിയ ത്യാഗങ്ങൾക്കും വലിയ വലിയ പരിശ്രമങ്ങൾക്കും ശേഷമാണ്. അവരുടെ ജീവിതം തന്നെ അവർ ദീനിയായ ഉത്ബോധനങ്ങൾക്കും ദീനിയായ ജീവിതങ്ങൾക്കും മാറ്റിവെച്ച ആളുകളായിരുന്നു. പക്ഷേ ഇന്ന് ഉലമാക്കൾ പറയും, അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇത്രയൊന്നും ത്യാഗം ചെയ്യേണ്ട, രണ്ട് കാര്യത്തിൽ നിങ്ങൾ നിഷ്ഠ വെച്ചാൽ മതി, രണ്ട് കാര്യത്തിൽ നിങ്ങൾ നിഷ്ഠ വെച്ചാൽ മതി. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹു നിർബന്ധമാക്കിയ ഹലാലായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിഷ്ഠയോടുകൂടി ഞാൻ നിർവഹിക്കുന്ന ഒരാൾ തീരുമാനം എടുക്കുക. ഒന്ന്, അള്ളാഹു ഹലാലാക്കിയ, അള്ളാഹു നിർബന്ധമാക്കിയ, അള്ളാഹു ഫറലാക്കിയ കാര്യങ്ങൾ നിഷ്ഠയോടുകൂടി അള്ളാഹു നിർബന്ധമാക്കി എന്നതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്ന ഒരാൾ തീരുമാനമെടുത്തു. രണ്ടാമത്തത്, അള്ളാഹു നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരാൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ വലിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഖബൂൽ ചെയ്യുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താണ് അള്ളാഹു നിർബന്ധമാക്കിയ, അള്ളാഹു ഫറലാക്കിയ കാര്യങ്ങൾ നിഷ്ഠയോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മൾ നിർവഹിക്കണം. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ നിഷ്ഠയോടുകൂടി മാറി നിൽക്കണം. അള്ളാഹു ഹറാമാക്കിയില്ല ഞാൻ നോക്കൂല, അള്ളാഹു ഹറാമാക്കിയില്ല ഞാൻ കേൾക്കൂല, അള്ളാഹു ഹറാമാക്കിയില്ല ഞാൻ സംസാരിക്കൂല, അള്ളാഹു ഹറാമാക്കിയില്ല ഞാൻ ചെയ്യൂല, ഞാൻ പ്രവർത്തിക്കൂല, ഞാൻ പോവില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഹറാമാക്കിയത് കൊണ്ട് മാത്രമാണ്. ഒരാളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൻ്റെ വലിയ, ഈ കാലഘട്ടത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും ജീവിതത്തിൽ അനുഭവിക്കാനുള്ളൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. അല്ല, ഹജ്ജ് അൽഹംദുലില്ലാഹ് നമ്മളുടെ അമലുകളിൽ അൽഹംദുലില്ലാഹ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിലെ 5ാമത്തെ അമലുകളാണ്. ഈ അമലുകൾക്കൊക്കെ പ്രത്യേകതകളുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മൾ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ല വ അഖീമുസ് സലാത്ത, പിന്നെ വ ഈതായിസ് സക്കാത്ത വ സൗമു റമളാന വ ഹിജ്ജുൽ ബൈത്തി ലില്ലാഹി തആല. ഇതെല്ലാം നമ്മൾ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സമ്പൂർണ്ണമായിരിക്കുന്നത്. അതിൽ ഹജ്ജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ജീവിതകാലത്ത് ഒരു പ്രാവശ്യം കഴിവുള്ള ആളുകൾക്ക് മാത്രം നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഉമ്മത്തുകൾക്ക് മുഴുവനും നിർബന്ധമാണ്. പക്ഷേ നിർവഹിക്കേണ്ടത് ആരാണ്? ശരീരം കൊണ്ടും യാത്ര കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിവുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഇങ്ങനെ ഇസ്ലാം കാര്യങ്ങളുടെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഹജ്ജിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹജ്ജിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി, അള്ളാഹുവിൻ്റെ അംബാസഡർമാരായി, അല്ല അള്ളാഹുവിൻ്റെ ദൂതനായി അള്ളാഹു നമ്മളെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്.
അതിന് ഉപോത്ബലമായ ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു അഫ്ദുല്ല. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന സന്തോഷകരമായ അവസ്ഥകളും വാർത്തകളും കേൾക്കുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് സന്തോഷം ഉണ്ടാകണം. ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താണ്, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു അഫ്ദുല്ല. ഹാജിമാരും ഉംറക്കാരും, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഹജ്ജിന് വരുന്ന ആളുകളും അതേ പ്രകാരം തന്നെ ഉംറ നിർവഹിക്കാൻ വരുന്ന ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഫ്ദുൽ, അവരാണ്, അവർ നിവേദക സംഘങ്ങളാണ്. അവരെ അൽഹംദുലില്ലാഹ് നിവേദക സംഘങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി, ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലെ ഇന്ത്യയുടെ അംബാസഡർ, അല്ലെങ്കിൽ അമേരിക്കയിലെ ഇന്ത്യയുടെ അംബാസഡർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ആ രാജ്യം തിരഞ്ഞെടുത്ത ഒരു പ്രത്യേകമായൊരു വ്യക്തിത്വമാണ്. അവർക്ക് പ്രത്യേകമായ പ്രോട്ടോക്കോളുകളുണ്ടാവും. അവർക്കുണ്ടായിരുന്ന അവർക്ക് അതേപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്കുള്ള പാസ്പോർട്ടുകൾ അതിൻ്റെ കളർ തന്നെ പറയുകയാണ്, വെള്ളയാണ്. അവർ ഡിപ്ലോമാറ്റിക് എംപ്ലോയീസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അല്ലേ, അവരെന്തുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത്? അവർ അൽഹംദുലില്ലാഹ് ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി പ്രത്യേകമായ പദവിയോടുകൂടി ആ രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ അഫ്ദുള്ളയാണ്, നിങ്ങൾ നിവേദക സംഘങ്ങളാണ്, നിങ്ങളൊരു പ്രത്യേകമായ സ്ഥലത്ത്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാസർഗോഡിൻ്റെ അംബാസഡർമാരായിട്ടാണ് അവരെ പരിശുദ്ധമായ മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവർ അഫ്ദുള്ളയാണ്, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളാണ്. എന്താണ് നിവേദക സംഘങ്ങളുടെ ഉത്തരവാദിത്വം? ഒന്ന്, ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടെ സമർപ്പിക്കണം. രണ്ട്, ഇതിൻ്റെ പരിഹാരം അവിടുന്ന് അൽഹംദുലില്ലാഹ് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ നാടുകളിലേക്ക് വിതരണം ചെയ്യണം. ഇതാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം. അല്ലെ, നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുത്തു. നമ്മുടെ നാട്ടിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതാണ്. ഇനി അവിടുന്ന് പോയിട്ട് നമ്മൾ എന്താ തിരിച്ചു കൊണ്ടുവരേണ്ടത്? നമ്മുടെ നാടിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം മക്കയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിലേക്ക് നമ്മൾ തിരിച്ചു വന്നുകൊണ്ട് വിതരണം ചെയ്യണം. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധമായ ഹറമുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ യാത്ര കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ബോധം അൽഹംദുലില്ലാഹ് ഒരു ഹാജിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഹാജിയെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയങ്ങളും ആ സമയത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയും മനസ്സിലാക്കിക്കൊണ്ട് അൽഹംദുലില്ലാഹ് അയാൾ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്, എന്തിനാണ് ഞാൻ ഹജ്ജിന് പോകുന്നത്? നമ്മൾ വീണ്ടും അൽഹംദുലില്ലാഹ് നമ്മളോട് സ്വയം ചോദിക്കുക, ഞാൻ എന്തിന് ഹജ്ജ് ചെയ്യുന്നു? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്നാണ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു കാണിച്ചു തന്നു. അതിൻ്റെ പേരിൽ അൽഹംദുലില്ലാഹ് ഞാൻ ഈ ഹജ്ജ് നിർവഹിക്കുകയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഒരാൾ, നീ എന്തിനാ ഹജ്ജിന് പോകുന്നത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അല്ലെ, നമുക്ക് ഉത്തരവില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഹജ്ജ് കൊണ്ട് പ്രയോജനമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ നീയത്താണ്. നമ്മളുടെ നീയത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നീയത്തുകൾക്ക് അനുസരിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നത്. ഇപ്പോൾ എല്ലാവരും 50 ആളെന്ന് വെച്ചാൽ ഹജ്ജിന് പോയി, പക്ഷേ നമ്മളുടെ 50 ആളുകളുടെയും ഹജ്ജിന് ഒരേ പ്രതിഫലമായിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളുടെ 50 ആളുകൾക്ക് 50 ലെവലുള്ള പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നൽകുന്നത്. അവരവരുടെ ഇഖ്ലാസിനനുസരിച്ച്, അവരവരുടെ ത്യാഗത്തിനനുസരിച്ച്, അവരവരുടെ ആ നിഷ്കളങ്കമായ നിയത്തുകൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിഫലത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഉലമാക്കൾ സാധാരണഗതിയിൽ പറയും, ആ കർമ്മങ്ങളുടെ എണ്ണമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. പിന്നെന്താ നോക്കുന്നത്? അതിൻ്റെ തൂക്കമാണ്, അതിൻ്റെ വെയിറ്റാണ്. അല്ലേ, അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ തൂക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക. എല്ലാവരും ഹജ്ജ് ചെയ്ത ഒന്ന് തന്നെയാണ്, പക്ഷേ ഹജ്ജിൻ്റെ തൂക്കങ്ങളുടെ വ്യത്യാസങ്ങളുണ്ടാവും. ചില ആളുകൾ നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചില ഹജ്ജുകൾ, ഈ ഹജ്ജിൻ്റെ പ്രതിഫലമായിരിക്കില്ല സാധാരണഗതിയിൽ ഇങ്ങനെ പോയിട്ട് വരുന്ന ഒരാൾക്കുള്ള പ്രതിഫലം. അല്ലേ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ തന്നെ ആ ഒരുക്കങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നിർത്തണം. നമ്മൾ ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഹജ്ജിൻ്റെ കുറേ കിതാബുകൾ വാങ്ങി നമ്മൾ വായിച്ചു നോക്കണം. ഇപ്പോൾ ഒരാൾ കച്ചവടത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അയാൾ കച്ചവടത്തിനെക്കുറിച്ച് ധാരാളമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അല്ലെ, ഈ കച്ചവടം, അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനങ്ങൾ, അതുകൊണ്ട് കിട്ടുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് ആലോചിക്കും. ഇങ്ങോട്ട് വന്നു പ്ലീസ്, ഹജ്ജിന് പോകുന്ന ആളല്ലേ, ഇങ്ങോട്ട് വാ, ഫസ്റ്റ് വന്നു, ഇവിടെ സീറ്റുണ്ട്. അപ്പോൾ നമ്മളത് അൽഹംദുലില്ലാഹ് ശരിയായ രൂപത്തിൽ അൽഹംദുലില്ലാഹ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അമലുകൾ ചെയ്യേണ്ടത്. ഒരാൾ പഠിക്കാതെ അമൽ ചെയ്യുന്നത് എന്താ? ഇതിൻ്റെ ഇതുകൊണ്ടുള്ള വ്യത്യാസം, അദ്ദേഹം ജഹാലത്തിലകപ്പെട്ടു പോകും. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല എന്താണ് ഹജ്ജ്, എന്താണ് ഞാൻ ഈ നിർവഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? ഇൽമോട് കൂടി അമലുകൾ ചെയ്യണം എന്നുള്ളതാണ്.
നമ്മൾ അൽഹംദുലില്ലാഹ് അതിൻ്റെ ശരിയായ, അതിൻ്റെ ഫറദ്, അതിൻ്റെ സുന്നത്ത്, അതിൻ്റെ മുസ്തഹബാത്തുകൾ, അതിൻ്റെ ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ച രൂപത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞത്? ഖുദു അന്നി മനാസിക്കക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഞാനിതാ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ഖുദു, നിങ്ങൾ പിടിക്കണമെന്നാണ് പറഞ്ഞത്. അണപ്പല്ലുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ചേർത്ത് പിടിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതേ വാക്ക് നിസ്കാരത്തിൻ്റെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എന്താ പറഞ്ഞത്? നിങ്ങൾ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിച്ചാൽ പോരാ, നിങ്ങൾക്ക് തോന്നിയ പോലെ നിസ്കരിച്ചാൽ പോരാ, പിന്നെ എങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുള്ളൂ? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അങ്ങനെ നിസ്കരിച്ചാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ. തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു ഗ്രാമീണനായ മനുഷ്യൻ മസ്ജിദ് നബവിയിലേക്ക് വന്നു. തങ്ങളുടെ വഫാത്തിന് ശേഷം ഗ്രാമീണനായ ഒരു മനുഷ്യൻ മസ്ജിദ് നബവിയിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് അന്ന് ഖലീഫ. വന്നൊരു മനുഷ്യൻ പുറത്തുനിന്ന് അന്വേഷിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു ചോദിച്ചു. ആളുകൾ എന്താ പറഞ്ഞു കൊടുത്തത്? അതാ പള്ളിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് ആ നിസ്കാരം നോക്ക്. ആ നിസ്കാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം. നമുക്കിന്ന് പറയാൻ സാധിക്കുമോ എൻ്റെ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച നിസ്കാരമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? പക്ഷേ സാധിക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ ഖബൂലിയത്ത് ഉണ്ടാവുകയുള്ളൂ, സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ്, നമ്മൾ ഹജ്ജിൻ്റെ കിതാബുകൾ വായിച്ച് നമ്മൾ മനസ്സാന്നിധ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ തൂക്കം വളരെ വലുതായിരിക്കും. നമ്മൾ ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും ലബ്ബൈക്ക പറയുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ രോമങ്ങൾ ഇങ്ങനെ എണീറ്റ് നിൽക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇഹ്റാമിൻ്റെ വേഷത്തിലാണ്. എന്താ ഇഹ്റാമിൻ്റെ വേഷം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് ധരിച്ച ആ വസ്ത്രത്തിൻ്റെ ആ അവസ്ഥയിലൂടെയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പോകുന്നത്. ആ വസ്ത്രത്തിൻ്റെ ആ 2 തുണി മാത്രം, ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ച് ശരീരം മുഴുവൻ കുളിച്ച് വൃത്തിയായി മനസ്സിൽ നിന്നും സകലമാന വസ്തുക്കളെയും അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ച് ആ തൽബിയത്തിൻ്റെ വചനങ്ങളെ നമ്മളിങ്ങനെ പറയുമ്പോൾ അർത്ഥം അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ രോമങ്ങളിങ്ങനെ എണീറ്റ് നിൽക്കും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. നമ്മളെന്താണ് പറയുന്നത്? അല്ലാഹു, ഞാൻ 10-60-70 കൊല്ലം ഞാൻ ഈ ഭൂമിയിലൂടെ ജീവിച്ചു. നിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. നിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ ആസ്വദിച്ചു. ഞാൻ ഒന്നുമല്ലാതായിരുന്നു, സർവ്വതും നീ എനിക്ക് നൽകി. നീ നൽകിയിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ ആസ്വദിച്ച അല്ലാഹു ഈ ഭൂമിയിലൂടെ നടന്നു. ഇന്ന് നീ എന്നെ ഹജ്ജിനേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കെന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹു, നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുകയാണ്. നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുകയാണ്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പോകുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ടൂറാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഞാനൊരു പക്ഷേ സിംഗപ്പൂരിലേക്കോ ദുബൈയിലേക്കോ പോകുമായിരുന്നു. പക്ഷേ അല്ല, അല്ലാഹു നീ വിളിച്ചത് കൊണ്ടാണ് ഈ 2 വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നിൻ്റെ കൽപ്പന പ്രകാരം നിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോകുമ്പോൾ ധരിച്ച ആ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് അല്ലാഹു ഞാനിത് ഈ പരിശുദ്ധമായ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നത് ഇത് നിൻ്റെ ഒരു കൽപ്പന പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹു, നിൻ്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകുകയാണ്. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹു, നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. അല്ലാഹുവിന് ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്യാത്ത കുറ്റം. ബാക്കി എല്ലാം അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ അടിമക്ക് മാപ്പ് ചെയ്തു കൊടുക്കും. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല. എന്നിട്ട് എന്താ അല്ലാഹുവിനോട് പറയുന്നത്? ഇന്നൽ ഹംദ, അല്ലാഹു എല്ലാ സ്തുതിയും നിനക്ക് മാത്രമാണ്. എല്ലാ സ്തുതിയും അല്ലാഹു നിനക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെ, നമ്മൾ കടന്നുപോയ ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പഴയ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ, ആരെങ്കിലും 1-2 ആളുകൾ ഒരു നാട്ടിൽ നിന്ന് ഹജ്ജ് പോകുന്ന അവസ്ഥ, അതൊക്കെ മാറി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് സമ്പന്നതയും ഐശ്വര്യവും പ്രദാനം ചെയ്തു. ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ യാത്രക്കുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തു. ഇന്നൽ ഹംദ, എല്ലാ സ്തുതിയും അല്ലാഹു നിനക്ക് മാത്രമാണ്. വന്നിഅമത, ചെറിയ പൈസ ഒന്നും പോരാ, 7 ലക്ഷം ഉറുപ്പിക വേണം. ഈ നിഅമത്ത് ആരാ എനിക്ക് നൽകിയത്? വന്നിഅമത, മുഴുവൻ നിഅമത്തുകളും അല്ലാഹു നീയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നൽ ഹംദ, സ്തുതി മുഴുവൻ നിനക്കാണ് അല്ലാഹുവേ. വന്നിഅമത, എനിക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്ക് ഞാനിതാ നിന്നോട് ഈ സമയത്ത് കടപ്പാട് അറിയിക്കുന്നു. ലക വൽ മുൽക്ക്, അല്ലാഹു മുഴുവൻ അധികാരവും നിനക്ക് മാത്രമാണ്. മാലിക് എന്നുള്ള പദവി ആർക്കാണുള്ളത്? അല്ലാഹു നിനക്ക് മാത്രമാണ്. നീ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ച ലോകത്ത് ഒരാൾക്ക് എന്നെ തടയാൻ പറ്റൂല. നീ തടയാൻ തീരുമാനിച്ച ലോകത്ത് ഒരാൾക്ക് എന്നെ കൊണ്ടുപോകാനും കഴിയൂല.
ലാ ശരീകലക്ക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇത് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് പറയുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ നാവ് കൊണ്ട് കേൾപ്പിച്ച ആ തൽബിയത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിയ്യത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹുമായിട്ട് എത്രമാത്രം ബന്ധവും കടപ്പാടുകളുമാണ് ഉള്ളത് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ നടത്തുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജിൻ്റെ കിതാബുകൾ വായിച്ചു, അല്ലെ, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങളുണ്ടാവും. അൽഹംദുലില്ലാഹ് ഇത് ചെയ്യണം, ഇത് ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? അല്ല, നമ്മളിപ്പോൾ ഒരാൾ കച്ചവടം ചെയ്യണം, എന്തിനാണ് അയാൾ കച്ചവടം ചെയ്യുക? അയാൾക്കറിയാം ഈ കച്ചവടം ചെയ്താൽ മറ്റ് കച്ചവടങ്ങളെക്കാളും ലാഭം ഉണ്ടാവും എന്നുള്ളത്. നമ്മളൊരു മോനെ സ്കൂളിൽ ചേർക്കുകയാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ്? അല്ലെ, +2 കഴിഞ്ഞു, നമ്മൾ ആളുകളോട് ചോദിക്കുവാൻ എന്തിനാണ് ചേർക്കേണ്ടത്? മെഡിസിന് ചേർക്കണോ, എഞ്ചിനീയറിന് ചേർക്കണോ, എവിടെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എവിടെയാണ് എൻട്രൻസ് ചെയ്തേണ്ടത്, എന്തിനാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മളതിൻ്റെ ഏറ്റവും ഉയർന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ മോനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അൽഹംദുലില്ലാഹ് ആലോചിച്ച് നോക്കണം, എൻ്റെ ഹജ്ജ് ഫസാദാകാത്ത രൂപത്തിൽ, നഷ്ടപ്പെട്ടു രൂപത്തിൽ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരു അവസരം എനിക്ക് എങ്ങനെയാണ് കിട്ടുക? നമ്മൾ അൽഹംദുലില്ലാഹ് അതിനെക്കുറിച്ച് നിരന്തരം പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ പോകണം. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്താണ് ഈ ഹജ്ജിൻ്റെ പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം അത് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഞാനൊരു ഹജ്ജ് നിർവഹിച്ചു, ഈ ഹജ്ജ് മബ്റൂറാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്തായിരിക്കും? സ്വർഗമായിരിക്കും. അതിൻ്റെ പ്രതിഫലം സ്വർഗമായിരിക്കും. അൽഹംദുലില്ലാഹ് ആ സ്വർഗത്തിന് പകരമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഒരു അമലായിട്ട് നമ്മൾ ഈ ഹജ്ജിനെ കണ്ടാൽ മതി. നമ്മൾ അൽഹംദുലില്ലാഹ് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഇതിന് പകരമായിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ നാളെ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ, അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാനിത് ഇത്ര നേരം പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ 10 മണിക്ക് തന്നെ വരാൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാഹ് 10 മണിക്ക് വന്ന ആളുകളെ മാനിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ പറഞ്ഞാൽ അവർ ആദ്യം വന്നതിന് നമ്മളെ മൈൻഡ് ചെയ്തില്ല. സമയം അൽഹംദുലില്ലാഹ് ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ് സമയം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. ഇത് അള്ളാഹു ലോകത്ത് എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തത്. രാജാവിനും പ്രജകൾക്കും, ആരോഗ്യവാനും അല്ലെ രോഗിക്കും, ധനവാനും ദാരിദ്ര്യനും പണ്ഡിതനും പാമരനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം 24 മണിക്കൂറാണ്. 1 മണിക്കൂർ 60 മിനിറ്റാണ്, 1 മിനിറ്റ് 60 സെക്കൻഡാണ്. ഇതാർക്കും വ്യത്യാസമില്ല. സമയം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയോ ഇൻഷാ അല്ലാഹ് നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തും. സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ സ്വർഗ്ഗത്തിൽ ഒരൊറ്റൊരു ഖേദം ഉണ്ടാവുള്ളൂ. ഹജ്ജ് നിർവഹിച്ചു അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി. സ്വർഗ്ഗത്തിലെത്തിയാൽ ഒരു ഖേദം മാത്രമേ മനുഷ്യനുണ്ടാവുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ആ ഖേദം? സ്വർഗ്ഗത്തിൽ ഒരു ഖേദം ഉണ്ടാവില്ല. ഒരു കാര്യങ്ങൾ ഒഴിച്ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണത്? ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെടുത്തിപ്പോയ സമയത്തെക്കുറിച്ച് മാത്രം മനുഷ്യൻ ഖേദിക്കും എന്നുള്ളതാണ്. ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ച് മാത്രം നാളെ ആഖിറത്തിൽ ആ മനുഷ്യൻ ഖേദിക്കും. എന്തുകൊണ്ടാണ്? ഓരോ അമലുകൾക്കും അള്ളാഹു ഉയർന്ന പ്രതിഫലം സ്വർഗ്ഗത്തിൽ നൽകും. ആ പ്രതിഫലം കാണുമ്പോൾ മനുഷ്യൻ വിചാരിച്ചു പോകും, ഇതിനേക്കാളും എത്രയോ ഉയർന്ന സ്ഥലത്തേക്ക് എത്താമായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ സമയം പാഴാക്കിപ്പോയി. അത് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ ഉദ്ഘാടന സെഷനാണ് ഇപ്പോൾ നടക്കേണ്ടത്. ഇൻഷാ അത് കഴിഞ്ഞിട്ടുള്ള ഇൻട്രൊഡ്യൂസിംഗ് ആണ്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രോഗ്രാമിലേക്ക് പോകും. ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് നമുക്ക് നീങ്ങാം ഇൻഷാ അല്ലാഹ്.